ശ്രീജിത്ത് നേരത്തെ ശ്രീജിത്തിനോട് സംസാരിച്ചവരൊക്കെ വലിയ അമർഷത്തിലാണ് സംസാരിച്ചത്. അവർ ഇന്നലെ ഈ വിജയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ വിജയുടെ പരിപാടികൾ കണ്ടതാണ്. വിജയുടെ പൊതുയോഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കടകൾ നേരത്തെ അടച്ചിടും. അത് അവരുടെ സാധന സാമഗ്രികൾക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ്. ആൾക്കൂട്ടം വരുമ്പോഴുണ്ട് പ്രശ്നം പരിഹരിക്കാൻ. അതൊരു വലിയ ദുരന്തത്തിനിടയാക്കി. കാരണം ഭക്ഷണവും വെള്ളവുമില്ലാതെ മണിക്കൂറുകളോളം നീണ്ട് കാത്തിരുന്ന ജനങ്ങൾ, അതോടൊപ്പം നാമക്കൽ നിന്ന് കരൂരിലേക്ക് വിജയ് അനുഗമിച്ചെത്തിയ ജനങ്ങൾ, ഇവരെല്ലാം ചേർന്നപ്പോൾ അതൊരു വലിയ ആൾക്കൂട്ടമായി മാറി. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിൽ TVK എന്ന ശിശു സംഘടന അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ പീരീഡിലുള്ള ഒരു പാർട്ടി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണോ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും നേരത്തെ നമ്മളെല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 10,000 പേർക്കുള്ള ഒരു അനുമതി ഈ മേഖലയിൽ നൽകിയിരുന്നു. പക്ഷേ അതും എങ്ങനെ പോലീസ് നൽകുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക ഈ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. കാരണം അത്ര വലിയ റോഡൊന്നുമല്ല, അതൊരു പ്രധാനപ്പെട്ട പാത തന്നെയാണ്. പക്ഷേ ഡിവൈഡർ വെച്ച ഈ പാതയിൽ എങ്ങനെയാണ് ഇത്ര കണ്ട് വലിയൊരു കൂട്ടം നിരുന്നത്? അവിടെ എങ്ങനെയാണ് വിജയുടെ ഒരു നമ്മൾ ആ സ്ഥലം കണ്ടതാണ്. നമ്മളൊരു പൊതുയോഗം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ നമ്മൾ ഭാവനയിൽ ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു വലിയ ഗ്രൗണ്ട്, അവിടെ കസേരകൾ നിരത്തി ആളുകൾ ഇരുന്ന് വേദിയിൽ നേതാക്കൾ സംസാരിക്കുക. പക്ഷേ അതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ്. വിജയുടെ പരിപാടി സംബന്ധിച്ചിടത്തോളം ഒരു പൊതുയോഗം, ഒരു വാഹന പ്രചാരണ ജാഥ എന്ന മട്ടിലാണ് കടന്നു പോകുന്നത്. വാഹന പ്രചാരണ ജാഥ എന്ന മട്ടിൽ നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. നാമക്കലിലെ പരിപാടി കഴിഞ്ഞ് കരൂരിലേക്ക് വിജയുടെ സ്വന്തം വാഹനത്തിൽ എത്തുന്നു. ഈ വാഹനം ഏതെങ്കിലും റോഡ് സൈഡിലൊരു വശത്തേക്ക് നിർത്തും. അവിടെ നിന്ന് ക്യാരലിൽ കയറി സംസാരിക്കും. അതാണ് പൊതുയോഗത്തിൻ്റെ, വിജയുടെ TVKയുടെ പൊതുയോഗത്തിൻ്റെ സ്വഭാവം. ഈ സ്ഥലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു റോഡാണ്, അതിന് ചുറ്റും വീടുകളാണ്, ഫ്ലാറ്റുകളാണ്. ഒരു വലിയ ജനപ്രവാഹം ഉണ്ടായാൽ അവരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകത്തിലുള്ളൊരു സ്ഥലം അവിടെ ഇല്ല. അതിന് പറ്റിയൊരു ടെറൈൻ അവിടെ ഇല്ല. ആ സ്ഥലത്ത് 10,000 പേർ വരുമെന്ന് പറയുമ്പോൾ തന്നെ 10,000 പേർക്ക് പോലും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ളൊരു ഇടം അവിടെ ഇല്ല എന്നാണ് ശ്രീകുമാരൻ ഗ്രൗണ്ടിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് നമ്മോട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10,000 പേർക്കെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും വീഴ്ചയുണ്ടെന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആ സ്ഥലം, ആ ടെറൈൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പരിശോധിച്ചാൽ ചുറ്റും വീടുകളാണ്, ചെറിയ റോഡാണ്. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പൊതുയോഗം നടത്താൻ കണക്കെ മട്ടിലുള്ള ഒരു സ്ഥലമൊന്നും അവിടെ ഇല്ല. അത് തന്നെ ഒരു പ്രശ്നത്തിന്, വലിയ ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടി അതിനപ്പുറത്തേക്ക് ഈ ഒരു വലിയ ക്രൗഡിനെ, വലിയ ആൾക്കൂട്ടത്തെ മാനേജ് ചെയ്യുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു, സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. ഒപ്പം ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ഈ പറഞ്ഞ നേതാവ് വിജയ്ക്കടക്കം വരുന്നൊരു പിഴവ് കൂടി അവിടെ എടുത്തു കാട്ടേണ്ടതില്ല. ആ കുപ്പിവെള്ളം പറഞ്ഞതിലടക്കം വലിയൊരു പിഴവ് സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഇത് കേന്ദ്രീകരിച്ചു കൂടിയാണ്. കാരണം വിജയ് വരുന്നതിന് എത്രയോ നേരത്തെ തന്നെ ആളുകൾ വരുന്നു, ആരാധകർ വരുന്നു. ആരാധകർ എന്ന് മാത്രമേ അവരെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്നുള്ളൂ. കാരണം വിജയെ കാണാൻ വേണ്ടി കേരളത്തിൽ നിന്നടക്കം നിരവധി ആരാധകർ പല റാലികൾക്കും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ ആ മേഖലയിൽ വിജയുടെ സിനിമ വരുമ്പോൾ പോലും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും അടക്കം ആളുകൾ വരുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വരെ ആളുകൾ ഈ കരൂരിലേക്ക് വന്നിരിക്കാം. അതുപോലെ വിജയ് റാലി നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും വന്നിരിക്കാം. പക്ഷേ വിജയ് ഇതൊരു രാഷ്ട്രീയ വിമർശനമായാണ് പലപ്പോഴും ഉയർത്താറ്. വിജയ് വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ പവർ കട്ട് ചെയ്യുന്നത്? വിജയ് വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? വഴികൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനാണ് ആ മേഖലയിലെ കടകൾ അടച്ചിടുന്നത്? ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് എല്ലാ മേഖലയിലും ആളുകൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വിജയ് തന്നെ ഉന്നയിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. എന്തുകൊണ്ട് ഉദയാനിധി സ്റ്റാലിൻ വരുമ്പോൾ, എന്തുകൊണ്ട് സ്റ്റാലിൻ വരുമ്പോൾ, അല്ലെങ്കിൽ എടപ്പാടി പളനിസ്വാമി വരുമ്പോൾ നിങ്ങൾ ഇത് ഈ പവർ കട്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യമൊക്കെ വിജയ് തന്നെ നിരവധി തവണ ഉന്നയിച്ച കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശനമായി തന്നെ അത് അവിടെ തന്നെ. അത് മാത്രമല്ല, ഇന്നലെ ഒരു ആംബുലൻസ് അതുവഴി കടന്നുപോയപ്പോൾ വിജയ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രം ഇതിന് മാത്രം ആംബുലൻസ് എങ്ങനെ നീങ്ങുന്നു എന്നൊരു ചോദ്യം വിജയ് ഒരു വിമർശനം എന്ന കണക്കെ പറഞ്ഞിരുന്നു. നേരത്തെ സൂരജ് സൂചിപ്പിച്ചത് ആ ആംബുലൻസിൽ പോലും കുഴഞ്ഞുവനൊരു TVK പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിലും നിയന്ത്രണങ്ങൾ പറയുമ്പോൾ, അവിടെ സുരക്ഷയ്ക്ക് ഒരുക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, രാഷ്ട്രീയമായ ഒരു വേട്ടയാടൽ എന്ന രീതിയിൽ വിമർശിക്കുന്ന വിജയ്ക്ക് ഇതൊരു വലിയ മിസ്മാനേജ്മെന്റ് പിഴവ് കൂടിയല്ലേ?
അദ്ദേഹത്തിന്റെ പിഴവ് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയട്ടെ. പക്ഷേ വിജയുടെ രാഷ്ട്രീയ പാർട്ടി അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ശൈശവ ദശയിൽ നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. എന്തായാലും വിജയുടെ ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ നേതൃത്വം അത് പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മിസ്മാനേജ്മെന്റ് ഇത്തരത്തിലൊരു സംഘാടനത്തിൽ അവർ പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു നമുക്ക് നിസ്സംശയം പറയാം. അതാണ് ഈ കാണുന്ന ചെരുപ്പുകൾ അല്ലെങ്കിൽ ഈ കാണുന്ന കൊടിതോരണങ്ങൾ പൂർണ്ണമായി ഈ റോഡിലേക്ക് വന്ന് വീണ് കിടക്കുന്നത് ആ ഒരു മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി തന്നെയാണെന്ന് പറയാം. ഏതാണ്ട് 10,000 പേരുടെ അനുമതി അത് ഭരണകൂടം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ 15,000-ഓളം പേർ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നു. വേലുച്ചാമിപുരം എന്ന ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ നിയന്ത്രണാതീതമായ രീതിയിൽ ഈ ജനക്കൂട്ടം വരുന്ന സമയത്ത് ഒരു നേതാവ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, 12:30 എന്ന് പറയുന്നു, അത് 2 മണിയാകുന്നു. പിന്നീട് വീണ്ടും അത് അധികരിച്ചുകൊണ്ട് സമയം വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രക്രിയ തന്നെയാണ്. വെള്ളം പോലും കിട്ടാതെ 12:30 മണി മുതൽ ജനം അവിടെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് സമയം വളരെ അധികരിച്ചു, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമാണ് അതിനനുസരിച്ചുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ ആളുകൾക്ക് ലഭിച്ചില്ല. മാത്രമല്ല തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമാണ്, അതിൽ കുട്ടികളുണ്ട്. നേരത്തെ ഒരു മനുഷ്യൻ നമ്മോട് പറഞ്ഞത്, ഈ റോഡിൽ നിന്ന് ഇങ്ങനൊരു സംഭവം അറിഞ്ഞ് ഇവിടെ വന്നൊരു മനുഷ്യൻ പറഞ്ഞത് പൈത്യക്കാർ എന്നാണ് പറഞ്ഞത്. എന്തിനാണ് നിങ്ങൾ വന്ന് മരിച്ചോളൂ, എന്തിനാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചത്. നിരവധി കുട്ടികളുടെ ചെരുപ്പുകളടക്കം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അത്ര കണ്ട് കുട്ടികളടക്കം ഈ മേഖലയിൽ നിന്ന് വന്നിരുന്നു. വേലുച്ചാമിപുരം എന്ന ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല ആളുകൾ വന്നിട്ടുള്ളത്, കരൂരിന്റെ ഔട്ടറിൽ അതിർത്തികളിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വന്ന ആളുകൾ മാത്രമല്ല, വിജയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു താരപരിവേഷമുണ്ട്, അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദമുണ്ട്. അദ്ദേഹത്തെ ബിഗ് സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഈ യഥാർത്ഥ സ്പോട്ടിലാണ് സീറ്റ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ഈ പോലീസുകാരടക്കം ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ടോ? നിലവിൽ എന്തെങ്കിലും രീതിയിലുള്ള എൻക്വയറികൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതാണ്, അതിനപ്പുറത്തേക്ക് ഒരു പോലീസ് എൻക്വയറി സ്വാഭാവികമായി ഉണ്ടാകും. എന്ത് സംഭവിച്ചു എന്നുള്ളത്, ഇത് ഈ സ്പോട്ടിനെ അവർ പോലീസിന്റെ ഒരു ബാരിക്കേഡിനുള്ളിൽ ആക്കിയിട്ടുണ്ടോ? അവിടെ പോലീസ് വിന്യാസം, അവിടെ നിലവിലൊരു തൽസ്ഥിതി എങ്ങനെയാണ്? പോലീസിന്റെ വിന്യാസം നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഇദ്ദേഹം ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലാക്കുന്നു. ഇദ്ദേഹം രാവിലെ വരുമ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇദ്ദേഹത്തിന് എപ്പോ ഡ്യൂട്ടിക്ക് വന്നിരുന്നു? രാവിലെ മുതൽ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ മുതൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാർ അടക്കം ഇവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചധികം പോലീസുകാർ തൊട്ടപ്പുറത്തെ മേഖലയിൽ ഉണ്ടായിരുന്നു. പ്രാദേശിക ഭരണകൂടം ഈ മേഖലയിലെത്തി ഇതുപോലെ വലിയ ഫ്ലക്സുകൾ, വിജയുടെ വലിയ കട്ടൗട്ടറുകളൊക്കെ തന്നെ ഇവിടെ മേഖലയിൽ ഉണ്ടായിരുന്നു. വിജയ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ വെച്ച, തമിഴ്നാട്ടിൽ അതൊരു കുറച്ചുകൂടി വിപുലമായ രീതിയിൽ വെക്കുന്ന, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. സ്വാഭാവികമാണ് അതെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് ഇതുപോലെ തന്നെ ഈ മേഖല പൂർണ്ണമായി പോലീസിന്റെ ഒരു നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു. ഇത് കണ്ടില്ലേ, പൂർണ്ണമായി കടകളാണ്, പക്ഷേ ഇതൊന്നും തന്നെ ഇന്നലെ തുറന്നിരുന്നില്ല. തൊട്ടപ്പുറത്ത് സ്ട്രീറ്റുകളുണ്ട്, അവിടെ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോളനികൾ ആ മേഖലയിൽ പൂർണ്ണമായിട്ടുണ്ട്. ആ മേഖലയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നത് ഇവിടെ വിജയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സ്ഥാപിച്ച മൈക്ക് സെറ്റ് അടക്കം ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടില്ല. ആംപ്ലിഫയർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കടകൾ പൂർണ്ണമായി, ഒരു തട്ടുകട പൂർണ്ണമായി ആ മേഖലയിൽ തകർന്നു നിൽക്കുന്ന കാഴ്ച പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ വലിയ നാശനഷ്ടം, ഏതാണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ ടീം ഈ മേഖലയിൽ മറ്റൊരു പരിപാടിക്ക് പോയി വരുന്ന സമയത്ത് ഈ മേഖലയിൽ ഈ പരിപാടി കണ്ട് ചിത്രീകരിക്കാൻ ഡ്രോൺ പറത്തിയിരുന്നു. ആ ഡ്രോൺ എവിടെ പോയി എന്ന് പോലും അവർക്കറിയില്ല. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ അവരുടെ ക്യാമറ ടീം തൊട്ടപ്പുറത്തെ മേഖലയിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 10,000 പേർക്ക് അനുമതി, 10,000 പേർ പോലും ഈ മേഖലയിൽ തിങ്ങി നിറഞ്ഞു നിന്നാലുള്ള അവസ്ഥ അത് ഭീകരം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് 15,000, അത് ഒരു കണക്ക് മാത്രമാണ് 15,000. പക്ഷേ ആ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. ആ ദൃശ്യങ്ങൾ പോലും അതിഭീകരമാണ്. അങ്ങനെ തിങ്ങി നിറയുകയാണ്. ഒരു ആംബുലൻസ് പോയപ്പോൾ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചത്, എന്തിനാണ് ഞാൻ വരുമ്പോൾ മാത്രം, ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ആംബുലൻസുകൾ പോകുന്നതെന്ന് വിജയ് ചോദിക്കുന്നു. പക്ഷേ വിജയ് ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം വലിയൊരു സുരക്ഷയുടെ നടുവിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ, അദ്ദേഹത്തെ കാണാനെത്തിയവർ അത്ര കണ്ട് സുരക്ഷിതമല്ലാതെ തിങ്ങി നിറഞ്ഞ് ശ്വാസം പോലും ഒന്ന് എടുക്കാനാകാതെ നിൽക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് മറുപടി പറയേണ്ടത് വിജയ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ മാത്രമല്ല, ഭരണകൂടം പോലും ഇതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്
ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് സുരക്ഷിതത്വം ഒരുക്കിയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനം വിജയ് ഉയർത്തുമായിരിക്കും. അത് ചെറിയ സമയത്തേക്ക് മാത്രം ആ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ശക്തമായ നിയന്ത്രണങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല എന്നതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കരൂർ മെഡിക്കൽ കോളേജിലെ ആ കണ്ണുനീർ, അതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. വിജയ് എന്തായാലും വീട്ടിലേക്ക്, ചെന്നൈയിലെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ വിജയ് ഇന്നലെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച MK സ്റ്റാലിൻ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ആശുപത്രിയിലെത്തി ബന്ധുക്കളെ അല്ലെങ്കിൽ അവിടെ എത്തിയ ആളുകളെ ആശ്വസിപ്പിക്കാനെത്തിയിരുന്നു. ഉദയനിധി സ്റ്റാലിൻ 9 മണിയോടുകൂടി തന്നെ കരൂരിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയ് രാഷ്ട്രീയമായി വിജയ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മുന്നേറ്റത്തെ അത് കൃത്യമായ രീതിയിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മിസ്മാനേജ്മെന്റ്, സംഘാടന പിഴവ് ചൂണ്ടിക്കാട്ടി അതിപ്പോൾ നേരിട്ട് വിജയുടെ പേര് പറയാതെയുള്ള ഒരു വിമർശനമാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് വിജയ് എന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനം ഒരുപക്ഷെ DMKയും അണ്ണാ DMKയും ഒക്കെ നടത്തുമായിരിക്കും. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി ഈ ഒരു ദുരന്തം മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയിലൊക്കെ കാണുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ദുരന്തമാണ് ഇവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ നഷ്ടം ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങളുടെ നഷ്ടം ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണക്കെയാണ് അവിടെ നിലവിൽ കരൂരിലെ വേലുച്ചാമിപുരത്തെ കാഴ്ചകൾ നമുക്ക് കാണാനാകുന്നത്. ചിന്നിച്ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ, പ്രാണരക്ഷാർത്ഥം ഓടിയവരായിരിക്കും. ആൾക്കൂട്ടം, ഇത്തരത്തിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി, ഒരു തിക്കിലും തിരക്കിലും ആളുകൾ മരിക്കുന്നു അറിഞ്ഞ് പേടിച്ചൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാൻ ഓടിയ മനുഷ്യർ, ആ മനുഷ്യരുടെ ചെരുപ്പുകളായിരിക്കും ആ ചിതറിക്കിടക്കുന്നത്. അങ്ങനെ 39 ജീവനുകൾ നഷ്ടപ്പെട്ട, സമീപകാലത്ത് രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്ത ഭൂമികയായി കരൂരിലെ ഈ പറഞ്ഞ വേലുച്ചാമിപുരം മാറിയിരിക്കുന്നു. നേരത്തെ ശ്രീതടക്കം പറഞ്ഞതുപോലെ വേലുച്ചാമിപുരത്തെ ഈ പ്രത്യേക ഇടത്ത് ഈ ഒരു വേദി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ ആഴ്ച വന്ന് പ്രസംഗിച്ചിടത്ത് തനിക്ക് എന്തുകൊണ്ട് അനുമതി നൽകിയില്ല എന്ന ചോദ്യങ്ങളൊക്കെ TVKയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അവിടെ കൃത്യമായി ആ സ്ഥലത്ത് തന്നെ പരിപാടി നടത്തണമെന്ന TVKയുടെ വാശി. ആ വാശി പോലെ അവർ അവിടെ പരിപാടി നടത്തി. പക്ഷേ ആ പരിപാടിയിലേക്ക് വിജയ് എന്നൊരു രാഷ്ട്രീയ നേതാവിനപ്പുറത്തേക്ക് തമിഴ്നാട് ആരാധിക്കുന്ന ഒരു താരമെന്ന നിലയിൽ വിജയെ കാണാൻ ഒരുപാട് മനുഷ്യരെത്തുമെന്ന ദീർഘവീക്ഷണം TVKയ്ക്ക് ഉണ്ടായില്ല എന്ന ചോദ്യം ഉയരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ആ ആൾക്കൂട്ടത്തിന് കൃത്യമായി പെരുമാറാനുള്ള ഒരു ഇടം ഒരുക്കേണ്ട ചുമതല ഭരണകൂടത്തിനുണ്ട്. അതേപോലെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പാർട്ടിക്കുണ്ട്. ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ, ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയതാരത്തെ കാണാൻ വരുമ്പോൾ ആ താരം കാണിക്കേണ്ട ചില ചുമതലകളുണ്ട്, മര്യാദകളുണ്ട്. അത് വിജയ് പുലർത്തിയോ എന്ന ചോദ്യം ഉയരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 ആളുകൾ കുഴഞ്ഞു വീണത് കണ്ട് സ്വാഭാവികമായും ഒരാൾക്ക് തോന്നുന്ന പോലെ ഒരു വെള്ളം എടുത്ത് വിജയ് വിതറുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിലേക്ക് ആ ഒരു ചെറിയ ഗസ്റ്റർ പോലും എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി, അല്ലെങ്കിൽ എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് നമ്മൾ ഈ ഈ പറഞ്ഞ വേലുച്ചാമിപുരത്ത് കണ്ട സങ്കട കാഴ്ചകൾ. ഇപ്പോൾ ഈ പറഞ്ഞ കരൂർ മെഡിക്കൽ കോളേജിലും അമരാവതി ആശുപത്രികളിലും ഇത്തരത്തിൽ 107 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 51 പേർ ICUയിലാണ്. പക്ഷേ ഇവരാരും റെഡ് സോണിലല്ല. ഒരാളുടെ നില മാത്രമാണ് അല്പം ഗുരുതരം എന്നൊരു ആശ്വാസ വാർത്ത. അതിനപ്പുറത്തേക്കുള്ള എല്ലാ മനുഷ്യരും നിലവിൽ ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന ആശ്വാസ വാർത്ത കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 39 പേർ മരിച്ചതിൽ 38 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. മരിച്ചവരിൽ 1.5 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് AIADMKയുടെ അടക്കം പൊതുയോഗങ്ങൾ നടന്നതാണ്, കഴിഞ്ഞതാണ്. അവിടെയൊക്കെ കാണാത്ത രീതിയിലൊരു ഡെമോഗ്രാഫിക്സ് അവിടെ ഉണ്ടായിരുന്നു. ആ പരിപാടികൾക്ക് ഒരു 30 വയസ്സിന് മേലെ 40 വയസ്സിന് മുകളിലുള്ളവരാണ് പങ്കെടുത്തതെങ്കിൽ വിജയ് എന്നൊരു താരത്തെ കൂടി കാണുമ്പോൾ, നേരത്തെ കമൽഹാസൻ അടക്കം പറഞ്ഞതുപോലെ ഈ കാണുന്ന ആൾക്കൂട്ടം വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് കമൽഹാസനൊക്കെ രാഷ്ട്രീയവാദം ഉയർത്തുമ്പോൾ തന്നെ വിജയ് എന്നൊരു താരത്തെ കാണാൻ ഒരുപാട് മനുഷ്യർ അവിടെ തടിച്ചുകൂടിയിരുന്നു. അതിൽ പ്രായഭേദമന്യുള്ള മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ 1.5 വയസ്സുള്ള കുട്ടിയടക്കം ഒരു വലിയ ദുരന്തത്തിനിടയായി മരിച്ചു എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് കരൂരിൽ നിന്ന് വരുന്നത്. സൂരജ് സജി ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിന് മുന്നിലുണ്ട്. സൂരജ്, ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ നിന്ന് പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നവരെ അവരുടെ ഉറ്റവർക്ക് ഉടൻ തന്നെ നൽകുന്നു. ഈ ഒരു പ്രക്രിയ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? നിലവിൽ ഈ ചികിത്സയിലുള്ളവരുടെ എണ്ണം എത്ര? ഇതിൽ ക്രിട്ടിക്കൽ ഒരാൾ മാത്രമാണെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, ഈ 51 പേരാണ് ആദ്യഘട്ടത്തിൽ ഈ ICUവിൻ്റെ സഹായത്തോടു കൂടി ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഈ കരൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഇതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഈ ആശങ്കപ്പെടേണ്ട ആരോഗ്യസ്ഥിതിയിലുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം.
അതോടൊപ്പം തന്നെ നിലവിൽ ഈ ആശുപത്രി അധികൃതരുമായെല്ലാം സംസാരിക്കുമ്പോൾ മറ്റ് ആശുപത്രികളുടെ കണക്ക് കൂടി എടുക്കുകയാണെങ്കിൽ 40ഓളം പേർ ഇപ്പോൾ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം പലരുടെയും കാര്യത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുള്ളത്. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ അതിൽ മരിച്ച ആളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പോലും അത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. 17 സ്ത്രീകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 ആൺകുട്ടികൾ അപകടത്തിൽപ്പെടുന്നു, 5 പെൺകുട്ടികൾ അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ 9 കുട്ടികൾക്ക് തന്നെ ജീവൻ നഷ്ടമാകുന്നു. അതിൽ 1.5 വയസ്സുകാരൻ തന്നെ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഈ സങ്കടം ഇരട്ടിയാക്കുന്നത്. ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. അങ്ങനെ 3 പേർക്ക് ഒരു കുടുംബത്തിൽ ജീവൻ നഷ്ടമാകുന്നു. 2 യുവാക്കൾക്ക് ഒരേ കുടുംബത്തിൽ നിന്ന് ജീവൻ നഷ്ടമാകുന്നു. അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നഷ്ടമാണ് പല കുടുംബങ്ങൾക്കും. രാജ്യം സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ ദുരന്തമായി കരൂരിലെ ഈ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ച സംഭവം മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ആൾക്കൂട്ടം അത് രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ വിളിച്ചു കൂട്ടുമ്പോൾ ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കണം, ആൾക്കൂട്ടത്തിന് എങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ നൽകണം, ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന ബേസിക്കായ കാര്യങ്ങൾ പോലും പരിഗണിക്കാത്തതിലെ വീഴ്ച അത് അങ്ങേയറ്റം തെളിയിക്കുന്ന ഒരു ദുരന്തമായി ഈ പറഞ്ഞ കരൂരിലെ ദുരന്തം മാറുന്നു. എന്തായാലും 39 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ 39 ജീവനുകൾക്ക് ആര് ഉത്തരം പറയണം, ഉത്തരവാദികൾ ആര് എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.